ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ട് പഠിക്കാം. നമ്മുടെ 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പീരിയോഡിക് ടേബിളിൻ്റെ ചാപ്റ്ററുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിനകത്തിൽ പക്ഷേ കുറച്ച് പുതിയ കണ്ടൻറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ കിടക്കുന്നതാണ് ക്വാണ്ടം നമ്പേഴ്സ്. നമുക്കിന്ന് ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റിയിട്ട് മാത്രം പഠിക്കാം. എന്താണ് ക്വാണ്ടം നമ്പേഴ്സ്? ഓർബിറ്റലുകളുടെയും ഇലക്ട്രോണിൻ്റെയും സവിശേഷതകൾ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സാണ്. ഈ നമ്പേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓർബിറ്റലുകളുടെയും ഇലക്ട്രോണിൻ്റെയും ഫീച്ചേഴ്സൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് 4 ക്വാണ്ടം നമ്പേഴ്സ് വരുന്നുണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. നമ്മുടെ SCERT ടെക്സ്റ്റിൽ സ്പിൻ ക്വാണ്ടം നമ്പറിനെ പറ്റി പറയുന്നില്ല. ബാക്കി 3 ക്വാണ്ടം നമ്പേഴ്സ് നമുക്ക് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. SCERT ടെക്സ്റ്റിൽ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇനിയും വരുന്ന എക്സാമിന് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്കത് പെട്ടെന്ന് വായിച്ചാൽ കിട്ടത്തില്ല. നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പഠിക്കാം. ആദ്യം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ഷെല്ലുകളെ അഥവാ മുഖ്യ ഊർജ്ജനിലകളെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഷെല്ലുകളെ അല്ലെങ്കിൽ മുഖ്യ ഊർജ്ജനിലകളെയാണ്. സ്മോൾ ലെറ്റർ n വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നോക്കുക, എന്നിൻ്റെ വാല്യൂ 1, 2, 3 എക്സെട്ര എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിൽ തന്നെ n 1 വരുവാണെങ്കിൽ എന്താണ്? എൽ ഷെല്ലാണ് വരുന്നത്. എന്നിൻ്റെ വാല്യൂ 1 ആണ് കെ ഷെല്ല്, എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ എൽ ഷെല്ല്, എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ എം ഷെല്ല്, 4 ആണെങ്കിൽ എൻ ഷെല്ല്. ഇത്രയേ ഉള്ളൂ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. നെക്സ്റ്റ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ സ്മോൾ ലെറ്റർ എൽ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓർബിറ്റലിൻ്റെ ത്രിമാന ആകൃതിയെ സൂചിപ്പിക്കാനാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. ഇനി നോക്കിക്കേ, ഓരോ ഷെല്ലുകളുമായി ബന്ധപ്പെട്ട സബ് ഷെല്ലുകളെ പ്രതിനിധീകരിക്കാനും അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. സബ് ഷെല്ലുകളെ നമുക്കറിയാം SPDF എന്നീ പ്രതീകങ്ങൾ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇനി നോക്കാം, എന്നിൻ്റെ വാല്യൂ അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വില നമുക്കറിയാമെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാവുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എന്നിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതിനുപയോഗിക്കുന്ന ഇക്വേഷനാണ് 0 to n-1. ഇവിടെ എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് എല്ലിൻ്റെ വിലയെന്ന് പറയുന്നത് 0 to 1-1. അതായത് എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നിൻ്റെ വാല്യൂ 1 ആയാൽ എല്ലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അത് കാണിക്കുന്നത് S സബ് ഷെല്ലിനെയാണ് കാണിക്കുന്നത്. അതേപോലെ താഴോട്ട് നോക്കാം, എന്നിൻ്റെ വാല്യൂ 2 ആയാൽ എല്ലിൻ്റെ വാല്യൂ 0 to 2-1. അതായത് 0ഉം 1ഉം ആയിരിക്കും എല്ലിൻ്റെ വാല്യൂ. അടുത്ത എന്നിൻ്റെ വാല്യൂ 3 ആവുകയാണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 0 to 3-1, 0 to 2, അതായത് 0, 1, 2. അതായത് നോക്കാം, എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ കാണിക്കുന്നത് S സബ് ഷെല്ലിനെയും, 1 ആണെങ്കിൽ P സബ് ഷെല്ല്, 2 ആണെങ്കിൽ D സബ് ഷെല്ല്, 3 ആണെങ്കിൽ F സബ് ഷെല്ല്. ഇനി ആ ബോക്സ് നോക്കിക്കേ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ 1, 2, 3, 4 ആണ്. ഷെല്ല് KLMN. ഇനി L എന്ന് പറയുന്നത് എന്താണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. പിന്നെ സബ് ഷെല്ല് നോക്കിക്കേ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അത് കാണിക്കുന്ന ഏത് ഷെല്ലിനെയാണ്? K ആണ്. എന്നിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ നമുക്കറിയാം എല്ലിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. സബ് ഷെല്ല് ഏതായിരിക്കും? S ആയിരിക്കും. അതേപോലെ ബാക്കിയുള്ളത് നോക്കിക്കേ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആകുമ്പോൾ ഷെല്ല് എല്ലാണ്. എല്ലിന് 2 വാല്യൂ ആണ് വരുന്നത്, 0ഉം 1ഉം. സബ് ഷെല്ല് 2 എണ്ണമാണ്, എസും പിയും. എന്നിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ ഷെല്ല് M, സബ് ഷെല്ല് SPD, അങ്ങനെ വരും. ഇനി എന്നിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ ഷെല്ല് ഏതാണ്? N ആണ്. എല്ലിൻ്റെ വാല്യൂ 0, 1, 2, 3. സബ് ഷെല്ല് ഏതൊക്കെയാണ്? SPDF. ഇങ്ങനെയാണിത് വരുന്നത്. അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ മാത്രം അറിയാമെങ്കിൽ നമുക്ക് ആരെയൊക്കെ എഴുതാൻ പറ്റും? ഷെല്ല് എഴുതാൻ പറ്റും, അസിമുത്തൽ ക്വാണ്ടം നമ്പർ എഴുതാം, സബ് ഷെല്ല് എഴുതാം. ഇത്ര എഴുതാൻ സാധിക്കും. അടുത്തതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. സ്മോൾ ലെറ്റർ M വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓർബിറ്റൽ ഓറിയൻറ്റേഷനിൽ വരുന്ന വ്യത്യാസത്തെ പ്രതിനിധീകരിക്കുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ.
നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്നിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ എല്ല് കിട്ടും. ഇവിടെ അതുപോലെ തന്നെയാണ്, എല്ലിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ എമ്മിൻ്റെ വിലകൾ കിട്ടും. ഒരു നിശ്ചിത എൽ വാല്യൂവിന് 2l+1 എം വിലകൾ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ നോക്കാം. എല്ലിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 1. അതായത് എല്ല് 0 ആകുമ്പം കാണിക്കുന്നത് എസ് ഓർബിറ്റൽ അല്ലേ, എസ് സബ്ഷെല്ലിനല്ലേ. അതായത് എസ് ഓർബിറ്റലിന് ഒരു ഓറിയൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. അതേപോലെ എല്ലിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്ത് വരും? 3 വരും. അത് പി ഓർബിറ്റലിനെ അല്ലേ എല്ലിൻ്റെ വാല്യൂ 1 ആകുമ്പം കാണിക്കുന്നത്. അങ്ങനാണെങ്കിൽ പി ഓർബിറ്റലിന് 3 വ്യത്യസ്ത ഓറിയൻറ്റേഷനുകളുണ്ട്. എല്ലിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്ര കിട്ടും? 5. അങ്ങനാണെങ്കിൽ ഡിക്ക് എത്രയാണ്? 5 ഓറിയൻറ്റേഷൻ ഉണ്ട്. അതേപോലെ എല്ലിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്ര കിട്ടും? 7 ആണ്. എഫ് ഓർബിറ്റലിന് 7 ഓറിയൻറ്റേഷനാണ് വരുന്നത്. ഇങ്ങനെ ഓർബിറ്റലിൻ്റെ ഓറിയൻറ്റേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് ഓരോ ഓർബിറ്റലിൻ്റെയും ഓറിയൻറ്റേഷന് നമുക്ക് എത്ര എണ്ണമാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. ഇനി അടുത്ത ഒരു ടേബിളാണ്. ഇവിടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ 1, 2, 3, 4 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം 1 കെ ഷെല്ലിനെയാണ്, 2l, 3m, 4n ഇങ്ങനെയാണ് പോകുന്നത്. സബ്ഷെല്ല് നമുക്കറിയാൻ പറ്റും. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അറിയാമെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണെങ്കിൽ എസ് സബ്ഷെല്ല്, 2 ആണെങ്കിൽ എസ് പി, 3 ആണെങ്കിൽ എസ് പി ഡി, 4 ആണെങ്കിൽ എസ് പി ഡി എഫ്. ഇനി നോക്കിക്കേ, ആദ്യം അടുത്തത് നോക്കിക്കേ, നമ്പർ ഓഫ് ഓർബിറ്റൽസ് ആണ്. ഇനി എസ് സബ്ഷെല്ലാണെന്നുണ്ടെങ്കിൽ ഒരു ഓർബിറ്റൽ, എസ്സും പിയും ആകുമ്പോൾ എത്ര വരും? എസ്സിന് 1, പിക്ക് 3. അതുപോലെ തന്നെ എസ്സും പിയും ഡിയും ആകുമ്പോൾ 1, 3, 5. എസ്സും പിയും ഡിയും എഫും ആകുമ്പോൾ 1, 3, 5, 7. ഈ 1ഉം 3ഉം ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് എഴുതിയത്? തൊട്ട് മുന്നേ നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞായിരുന്നല്ലോ ഓർബിറ്റലിൻ്റെ ഓറിയൻറ്റേഷനെ പറ്റിയിട്ട്. അവിടെ നമ്മൾ പറഞ്ഞു എസ് ആണെങ്കിൽ ഒരു ഓറിയൻറ്റേഷൻ, പി ആണെങ്കിൽ 3, ഡി ആണെങ്കിൽ 5, എഫ് ആണെങ്കിൽ 7. അവിടെ നിന്നാണ് നമ്മളത് എടുത്തേക്കുന്നത്. ഇനി നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ്. എസ്സിനകത്ത് ഒരു ഓർബിറ്റലല്ലേ ഉള്ളു. പി ആകുമ്പോൾ നോക്കിക്കേ, എസ്സും ഉണ്ട് പിയും ഉണ്ട്. അതായത് 1+3 വരും. കണ്ടോ, 1+3 എന്ത് വരും? 4 വരും ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽ. ഇനി അടുത്തത് നോക്കിയേ, എസ് പി ഡി 1, 3, 5 കൂടെ കൂട്ടി 9. അടുത്തത് എസ് പി ഡി എഫ് 1, 3, 5, 7 കൂടെ കൂട്ടി 16. ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്ര കിട്ടി? 1, 4, 9, 16. ഇനി വേണ്ട ഇതൊരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഈ ബോക്സ് നമുക്ക് പെട്ടെന്ന് ഒരു ഇക്വേഷനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കുക, ഓരോ ഷെല്ലിലുള്ള ആകെ ഓർബിറ്റലുകളുടെ എണ്ണം. ഇപ്പം നമ്മളോട് പറയുവാണ് കെ ഷെല്ലിൽ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്ര എന്ന് ചോദിച്ചാൽ n² എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടും. നോക്കാം, എൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾ എടുത്തേക്കുന്ന എൽ ഷെല്ലാണ്. എൽ ഷെല്ലിൻ്റെ നമ്പർ നമുക്കറിയാം 2 ആണ്. അവിടെ ആകെ ഓർബിറ്റലുകൾ കാണാൻ പറഞ്ഞാൽ n² എടുത്താൽ മതി. 2ൻ്റെ സ്ക്വയർ 4. നിങ്ങൾ ബാക്കി ഇതാണ്ട് എമ്മിലും എന്നിലും ഇത് തന്നെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് 9ഉം 16ഉം കിട്ടും. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ഷെല്ലിലുമുള്ള ഓർബിറ്റലുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലുള്ള അടുത്ത ഇതാണ്, ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ 2n² എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. തിരിഞ്ഞു പോവല്ലേ, ഇതെന്ന് പറയുന്നത് ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഇവിടെ നോക്കിക്കേ, കെ ഷെല്ലാവുമ്പോൾ 2n²-നകത്ത് എന്നിന് പകരം കെയുടെ നമ്പറായ 1 കൊടുത്തു. നമുക്ക് എത്ര കിട്ടി? 2. എൽ ആയപ്പം എന്നിന് പകരം 2 കൊടുത്തു, 8 വന്നു. എം ആയപ്പം 3 കൊടുത്ത് 18 വന്നു. എൻ ആയപ്പോൾ 4 കൊടുത്ത് 32 വന്നു. അഥവാ നമ്മൾ ഈ ഷെൽ വിന്യാസമൊക്കെ എഴുതുന്ന സമയത്ത് ഓരോന്നിലും ഉൾക്കൊള്ളുന്ന എത്രയാണെന്ന് മറന്നു പോവുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഓർത്താൽ നമുക്ക് കിട്ടും. 2n². കെയിൽ എത്ര എണ്ണമാണ് പരമാവധി? 2 ഇലക്ട്രോൺ. എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32. ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചു. ഓരോ ഷെല്ലിലുള്ള ആകെ ഓർബിറ്റലുകളുടെ എണ്ണം കാണാനാണെങ്കിൽ n² ആണ്. അതും ഒന്ന് നോക്കിയേക്കണം. നമ്മളപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കുവാണ്.
ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കാണുന്ന ഇക്വേഷൻ 2n² ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഓരോ ഷെല്ലിലെ എഴുതാം. അതേപോലെ ഓരോ ഷെല്ലിലെയും പരമാവധി ഓർബിറ്റലുകളുടെ എണ്ണം കാണുന്ന n² ആണ്. കെയിൽ ഒരു ഓർബിറ്റൽ, L4, M9, N16. ഇനി ദാണ്ട് ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓരോ ഓർബിറ്റലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആയിരിക്കും. ഇനി നോക്കിക്കുക, ദാണ്ട് ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഷെല്ലുകളുടെ കേസ് കഴിഞ്ഞ് ഇനി അടുത്തത് ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കാണുന്ന ഇക്വേഷനാണ് 2 × 2l+1. ഇവിടെ L ആരാണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. നോക്കിക്കേ, ഇപ്പം നമുക്കറിയാം എല്ലിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ വരുന്നത് ഏതാണ്? എസ് സബ് ഷെല്ലാണ്. എസിൻ്റെ കേസ് എടുത്തു, എല്ലിൻ്റെ വാല്യൂ 0, ഇക്വേഷനിൽ കൊടുത്തു 2 × 2l+1. എല്ലിന് 0 കൊടുത്ത് നമുക്ക് കിട്ടി 2. എസ്സിൽ പരമാവധി, അതായത് എസ് സബ് ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളും? 2 ഇലക്ട്രോണുകളെയാണ് ഉൾക്കൊള്ളുന്നത്. ഇതേപോലെ നിങ്ങൾ താഴോട്ട് പി ചെയ്ത് എല്ലിന് 1 കൊടുക്കുക, ഡി ചെയ്യുക, എല്ലിന് 2 കൊടുക്കുക, എഫ് ചെയ്യുക, എല്ലിന് 3 കൊടുക്കുക. നമ്മൾക്ക് കിട്ടുന്ന ആൻസർ എസ്സിൽ പരമാവധി 2 ഇലക്ട്രോൺ, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. ഇനി അഥവാ ഇതങ്ങ് മറന്നുപോയെന്ന് വെച്ചോ, എസ്സിൽ ഇപ്പം നമുക്ക് ഓർമ്മയാണ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു 4 വീതം ഒന്ന് കൂട്ടിയെടുത്താൽ പോരെ. 4 2 6, 6 4 10, 10 4 14. ഇനി ഇത് കണ്ടുപിടിക്കുന്ന ആ ഒരു ഇക്വേഷനാണ് 2 × 2l+1. ഇവിടെ നമ്മൾ പഠിച്ചേക്കുന്ന ഇക്വേഷനുകളെല്ലാം ഒന്ന് ഇതുപോലെ എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. 2n², n², 2 × 2l+1, പിന്നെ ആ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പം സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനും പിന്നെ ആ ബ്ലോക്ക് പറയാനും പീരീഡ് പറയാനും ഒക്കെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇത്രയൊന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.